നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വാലി കാണാനാട്ടോ. മാർക്കം വാലി എന്ന് പറഞ്ഞിട്ടൊരു വാലി കേട്ടോ. ഭയങ്കര അടിപൊളി ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇവിടുത്തെ മൗത്ത് ഡാമിനടുത്ത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഏതോ ഒരു വില്ലേജിലുള്ളത് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. തണുത്ത് വരച്ചട്ടോ, അത്രോട്ടം മഴ നനഞ്ഞത് എനിക്ക് തന്നെ അറിയില്ല. നനയും ഉണങ്ങും. ഇതുവരെ ബൈക്കും കൊണ്ട് വന്ന അവസ്ഥയായിരുന്നു. ഒരു സ്ഥലത്ത് കാണാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നനയും. അത്ര മഴയാണ്. കുട പിടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി അടുത്ത സ്പോട്ട് പിടിക്കാം. ലെംബ്ലൂഫ് എന്നാകാൻ പറഞ്ഞിട്ട് ഏതോ ഒരു വില്ലേജിന്റെ അടുത്തില്ല കേട്ടോ. ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം പേര് സത്യം പറഞ്ഞാൽ ഇത് ഇന്ത്യൻ ആണെന്ന് നമ്മൾ സംശയിച്ചു. അങ്ങനത്തെ സ്ഥലത്തിന്റെ പേരുകളാണെല്ലാം. ആകെ കുറച്ച് സ്ഥലങ്ങളാണ് വായിക്കൊള്ളുന്ന പേരുള്ളത്. ബാക്കിയെല്ലാം എന്തെല്ലാം ഒരു പേരുകളാണ്. ഒരുമാതിരി നേപ്പാളിലെല്ലാം പോയ പോലെ ഉണ്ട്. നമ്മൾ മാർക്കം വാലിയെല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് വന്നിട്ട് കുറച്ച് ലൊക്കേഷൻ മാറിപ്പോട്ടോ. ഒരു 20 കിലോമീറ്റർ മാറിപ്പോയി. ഇതിപ്പോൾ കുറച്ചും കൂടെ ഓടാനുണ്ട്. 2-3 സ്ഥലമുണ്ട് കേട്ടോ മാർക്കം വാലി. ഗൂഗിളിൽ കുറേ എണ്ണം കാണുന്നുണ്ട് എൻട്രി പോയിന്റ് കാര്യം. ലാസ്റ്റ് നമ്മൾ എത്തിയത് ഏതോ ഒരു ഗ്രാമത്തിലാണ്. ഒരുപാട് നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ. നമ്മളിതാ വാലീൻ്റെ എൻട്രൻസിൽ എത്തുന്നേ ഉള്ളൂ. എത്ര നെൽപ്പാടങ്ങളാക്കി, എന്ത് ഭംഗിയാന്ന് കാണാൻ. ആൾക്കാരവിടെ മറ്റേ ഞാറ് നേടുന്നതിലൊക്കെ കാണാം കേട്ടോ. അടിപൊളി. നമ്മളെ വെളിച്ചെണ്ണേൻ്റെ ടിന്നില്ല, അതിനെ കൊണ്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഈ ഷെഡെല്ലാം. ഇവർ കണ്ട, ഇവരിങ്ങനെയാണ് ഉണ്ടാക്കുക. ഈ ഷെഡ് ഉണ്ടാക്കുന്നത് ഫുള്ള് വെളിച്ചെണ്ണേൻ്റെ ടിന്നില്ലേ, അത് അടിച്ച് നേരെയാക്കിയിട്ടാട്ടോ ഫുള്ള് ഉണ്ടാക്കുക. മേൽക്കൂരി അതേ സൈഡ് അതെ എല്ലാം അങ്ങനെ സെറ്റപ്പാണ് ഇവിടുത്തെ വീടെല്ലാം. ചെറിയ വീടുകളാണ്. ആ ഒരു നല്ല വൃത്തിയാണ് കാണാൻ. നല്ല ഒരുപാട് കടല കൃഷിയാണ് കേട്ടോ. ഇതെല്ലാം കടലാണ്, നമ്മുടെ കടലയാണ്. അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അപ്പം അവരിങ്ങനെ തടെടുത്തിട്ടാണ് ആക്കുന്നത്. ഇതാണ് നമ്മളെ മധുരക്കിഴങ്ങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വില്ലേജസ്. നല്ല രസമാണ് കാണാൻ. നമ്മളിതാ മാർക്കം വാലി എൻട്രി പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മള് വ്യൂ പോയിന്റ് എത്തിയിട്ടുണ്ട്. നമുക്ക് 90 റുപ്യ കേട്ടാ രണ്ടാൾക്ക് വണ്ടി അടക്കം. വലിയ റേറ്റ് ഒന്നും ഇല്ല. 10-200 റുപ്യ പ്രതീക്ഷിച്ചാണ്. പക്ഷെ അത്രയും പൈസ ഇല്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി കേട്ടോ. ഇതാണ് മറ്റേ വാലി. നമ്മൾ അന്ന് പോയ വാലീൻ്റെ അത്ര ഒരു വിസിബിലിറ്റി ഉണ്ടോയെന്ന് വെച്ചാൽ ഫുള്ള് കോടമഞ്ഞാണ്. അതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ അത്യാവശ്യം ഓഫ് റോഡ് ചെറിയ മണ്ണ് കാര്യങ്ങളൊക്കെ ഇട്ടതാണ് വഴിയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. പൊളി. ഇങ്ങോട്ടൊരു ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്. പക്ഷെ അത്യാവശ്യം നല്ല ചെളിയുണ്ട്. ഒരാളും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് പോകാം. ഞാൻ നോക്കട്ടെ വണ്ടി പോകുമെന്നോ നടന്നു നോക്കിയിട്ട് സെറ്റാണെങ്കിൽ വണ്ടിയും കൊണ്ട് പോകാമെന്ന് വെച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. നമ്മളെ വണ്ടിയും കൊണ്ട് ചെറിയൊരു ഓഫ് റോഡ് അടിക്കാൻ നോക്കി കേട്ടോ. ഫുള്ള് കട്ടച്ചെളിയാണ്. എൻ്റെ ടയർ തീർന്നിട്ട് വണ്ടിയാണെങ്കിൽ എങ്ങോട്ടല്ലോ പോവാ, റോങ് കയറി പോവാ. അതുകൊണ്ട് ഞാൻ പിന്നെ ഒഴിവാക്കി. അത്യാവശ്യം നല്ല ചെളിയുണ്ട്. വണ്ടീൻ്റെ ടയർ ഫുള്ള് ചെളി പിടിച്ചിട്ട് കയറുന്നില്ല. കാറിറങ്ങി കളിക്കുക. അതുകൊണ്ട് അടുത്ത MT ടയറിലേക്ക് ഞാനിപ്പോൾ അടുത്തത് എന്തായാലും അപ്ഗ്രേഡ് ചെയ്യും കേട്ടോ. മാക്സിസ് MTയിലേക്ക് അടുത്തായിട്ട് വരുന്നതാണ്. മാക്സിസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം പുല്ല് പോലെ കയറിയാണ്. എന്ത് ചെയ്യാനാ നോക്ക്. അപ്പോൾ നമ്മൾ നടന്നിട്ട് വ്യൂ പോയിൻ്റ് അത് അവിടെയാണ്. വ്യൂ പോയിന്റിലേക്ക് പോവാം. നമ്മൾ നടന്ന് കയറുക കേട്ടോ. വണ്ടിയുടെ തൊട്ട് താഴെയുണ്ട്, അവിടെ തന്നെ വണ്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നടന്ന് കയറുവാണ്. വ്യൂ പോയിന്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. വലിയ വ്യൂ കിട്ടും തോന്നുന്നില്ല, ഫുള്ള് കോടയാണ്. എന്നാലും സാർ ഇവിടെ വരെ കയറി എത്തിയില്ലെങ്കിൽ ഉണ്ടല്ലോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി അങ്ങോട്ട് പോകണം കയറ്റായിരുന്നു. എൻ്റെ ടയർ തീർന്ന്, അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് പിടിച്ചാൽ എന്തായാലും കിട്ടൂല. നല്ല ചെളിയാണ്. ചെളി കവർ ചെയ്ത് പണ്ടാറടക്കിയാൽ പിന്നെ വണ്ടിക്ക് ഇങ്ങനെ തെന്നി പോവാ. പിന്നെ വേറൊരു വണ്ടി സപ്പോർട്ടിങ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് റിസ്ക് എടുക്കാൻ കഴിയില്ല. അതാ ഫുള്ള് അങ്ങോട്ടെല്ലാം റോഡാക്കിയിട്ടുണ്ട്. ഫുള്ള് നമുക്ക് കയറി നിരങ്ങായിരുന്നു കേട്ടോ. പക്ഷേ സാറില്ല. അപ്പോൾ എന്തായാലും അടുത്തത് മാക്സിസ് ഞാൻ വാങ്ങാൻ പോവാണ്. അത് ഉറപ്പിച്ച് എല്ലാം തെളിഞ്ഞ് വരുന്നുണ്ട്. കോടമഞ്ഞെല്ലാം പോകുന്നുണ്ട് കേട്ടോ. ഇതാ വണ്ടി പോകേണ്ട ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്ക് ആകെ ഭയങ്കര സങ്കടമായിപ്പോയി. സാറില്ല. ഞാനൊരു MT ടയർ എടുക്കാനുള്ള പരിപാടി ഇങ്ങനെ ആലോചിക്കുക. എന്തായാലും ഒരു 5-6 മാസം ബാക്കിയിട്ട് ട്രിപ്പ്. അപ്പോൾ പിന്നെ MT
കുട്ടി ടയർ എടുത്തിട്ട് ഇത് നാട്ടിലേക്ക് കൊറിയർ അയച്ചാലോ എന്നിങ്ങനെ ആലോചിക്കാം കേട്ടോ. നല്ലൊരു തീരുമാനമായിരിക്കും. എന്തായാലും നോക്കട്ടെ, ഇന്നതിനൊരു തീരുമാനം. പൊളി സ്ഥലം കേട്ടോ. നല്ല നമ്മുടെ നാട്ടിൽ പൈതൽമലയെല്ലാം കയറിയിട്ട് പിന്നെ മുകളിലെത്തുമ്പോൾ ഒരു വ്യൂ എല്ലാം ഉണ്ടല്ലോ, അതുപോലെ ഒരു ഇഷ്ടംപോലെ വാലീസ് ഉണ്ട് ഇവിടെ. മേഘാലയയിൽ വാലീസിന് ഒരു കുറവില്ല, അതുപോലെ വാലീസ് ഉണ്ട്. കൊള്ളാം, സംഭവം കൊള്ളാം. എന്താ ചെയ്യുക, എനിക്ക് റോഡ് കണ്ടിട്ട് ഭയങ്കര സങ്കടം. വണ്ടി ഇങ്ങോട്ട് കയറ്റാൻ പറ്റാത്തതിൽ ടയർ മെയിനായിട്ടാണ്. ടയർ തീർന്നു കേട്ടോ. ടയർ ഏകദേശം 60,000 മുകളിലായി. അത്രയും ഓടി, അത്രയേ ഉള്ളൂ. ബാക്ക് ടയർ ഫുള്ള് തീർന്നു, ഫ്രണ്ട് കുറച്ച് കട്ടിയുണ്ട്, അത്രയേ ഉള്ളൂ. വണ്ടി അത് എവിടെ ഉണ്ട്. ഞാൻ ഈ ചളി ഇങ്ങനെ കയറ്റി നോക്കാം കേട്ടോ. ഒരു പകുതി വരെ കയറി പിന്നെ വണ്ടി തന്നെ ട്രാക്ക് മാറി പോവാ. നല്ല മഴ പെയ്തുകൊണ്ട് ശരിയാകുന്നില്ല. ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല, ഇവിടെയെല്ലാം ഓക്കെയാണ് ട്രാക്ക്. സുഖമായിട്ട് വണ്ടി കയറിപ്പോ. ആ കയറി വരുന്നിടത്ത് നല്ല ചെളിയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുത്തില്ല. ഇവിടെ വരെ വണ്ടി കയറി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് സുഖമായിട്ട് കയറ്റിക്കൊണ്ട് വരാറ്. എന്താ ചെയ്യാനോ. കുഴപ്പമില്ല. നമ്മളിതാ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ടാണ് വ്യൂ പോയിൻ്റ്. പക്ഷേ ഒന്നും കാണാൻ പറ്റില്ല. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. എന്തായാലും കുറച്ച് വ്യൂ കിട്ടുന്ന എനിക്ക് വിചാരിക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കോട പോകുന്നുണ്ട്. പോകുന്ന സമയത്താണെങ്കിൽ ക്ലിയർ ആയിട്ട് കാണാം കേട്ടോ. വണ്ടി നമുക്ക് ഇവിടം വരെ കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. സാറില്ല, നമുക്ക് റെഡിയാക്കാം. വേണമെങ്കിൽ ഒന്നും കൂടെ വരാം, എന്നാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ ടയർ നോക്കട്ടെ. എന്തായാലും ഇവിടുത്തെ കോൺക്രീറ്റ് എല്ലാം ഓൾറെഡി പൊട്ടിപ്പോയിട്ടുണ്ട്. ആ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു മലകൾ കണ്ടോ, നല്ല രസമില്ല കാണാൻ. വിസിബിലിറ്റി ക്ലിയറായി വരുന്നുണ്ട്, കിട്ടുമെന്ന് വിചാരിക്കാം. ഇതൊക്കെ നമ്മൾ വന്ന വഴി കേട്ടോ. അതിലേക്ക് കൂടെ നടന്നിട്ട് നമ്മൾ വന്നത്. ഒരുപാട് ട്രാക്ക് ഉണ്ട് കേട്ടോ. അതിലേ പോകണ പോതാ. ഇതെല്ലാം ഫുള്ള് ചെളി പിടിച്ച് കിടക്കുവാണ്. ഇപ്പോൾ അവർ മാന്തി, അതായത് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഫുള്ള് മാന്തിയിട്ടേ ഉള്ളു. അതാ പറ്റിപ്പോയി കേട്ടോ. ഇല്ലെങ്കിൽ നല്ല സുഖമായിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ കയറി വരാം നമുക്ക്. വീതി കൂട്ടിയോണ്ട് ഭയങ്കര അലമ്പാ. ഫുള്ള് കിളച്ച് മറിച്ചിട്ടിട്ടേ. അതിൻ്റെ കൂടെ 2-3 ദിവസമായിട്ട് നിങ്ങളെ കഴിഞ്ഞ വീടെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഫുള്ള് മഴയാണ്. ഇത്രയും മഴയായതുകൊണ്ട് തന്നെ ഒന്നും നടക്കുന്നില്ല. സാറില്ല, ഈ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ പോയിട്ട് വേണം വണ്ടി ഒന്ന് ഫുള്ളായിട്ട് പണിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഓഫ് റോഡ് ബമ്പർ, വിഞ്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. അതെന്തായാലും സെറ്റ് ചെയ്യും കേട്ടോ. വണ്ടി പക്ക ഓഫ് റോഡറായിട്ട്, ഒരു ഓവർലാൻഡറായിട്ട് ഫുൾ പണി തിറക്കിയിട്ടാണ് അടുത്ത യാത്ര. ഉറപ്പ്, അത് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഈ ഒരു ട്രിപ്പിൽ നമുക്ക് എന്തൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളായാലും എന്തൊക്കെ വണ്ടിക്ക് മിസ്സിങ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് പോയി പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ സഹായം ഇല്ലാണ്ട് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളൊരു വഴി അത് നമ്മൾ എന്തായാലും ഉണ്ടാക്കണം. വിഞ്ചുണ്ടെങ്കിൽ സെറ്റാണ്. വിഞ്ചുണ്ടെങ്കിൽ വേറെ പഠിക്കാനൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്ക് എവിടെ വേണം പോവാം. ഏതെങ്കിലും മരത്തിനൊക്കെ ചുരുക്കിയിട്ടായാലും വണ്ടി കയറ്റിക്കൊണ്ട് വരാം. നമ്മൾ തിരിച്ച് നടക്കും കേട്ടോ. അടുത്ത മലയിലേക്ക് നടക്കുകയാണ്. വണ്ടി ഏകദേശം അവിടെയുള്ളൂ കേട്ടോ. ഈ വെള്ളം കെട്ടിക്കിടങ്ങനെ അപ്പുറമാണ്, കാണുന്നില്ല. പിന്നെ ഇങ്ങോട്ടും ചെറിയൊരു കൊക്ക പോലത്തെ സംഭവമാണ്, വേറൊന്നുമില്ല. അതായത് നമുക്ക് തിരിച്ച് നടക്കാം. ആർട്ടിഫിഷ്യലായിട്ട് കുറേ ലേക്കെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. കുത്തനെയിലെ മലയാണ്, പയ്യെ പയ്യെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. വൈദ്യടിച്ച് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ സ്വന്തം ഓരോ വഴികളിൽ ഉണ്ടാക്കി പോവാം കേട്ടോ. രക്ഷയില്ല. യെസ്, ഓക്കെ 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 ഓക്കെ, സെറ്റ്. ഇവിടുന്ന് മുകളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഒരു ലേക്ക് സെറ്റപ്പ് കേട്ടോ. ഇവർ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. അതെ, ഇവിടുന്ന് ഫുള്ള് കല്ലെല്ലാം കെട്ടി സെറ്റാക്കുന്ന. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ മാർക്കമാലിയിലെ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് പിടിക്കാനായിട്ട് ഇതാ പോവാണ്. ഇനി അടുത്ത സ്പോട്ട് അങ്ങോട്ടാണ് നോക്കട്ടെ കേട്ടോ. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് എവിടെയെങ്കിലും കയറണം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.